NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഇപ്പോൾ റിപ്പോർട്ടൊപ്പം ചേരുന്നുണ്ട്. കൃഷ്ണകുമാരേട്ട, പ്രചാരണം ഇങ്ങനെ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. ആത്മവിശ്വാസം ആ ലെവലിലേക്ക് എത്തിയെന്ന് കഴിഞ്ഞ ദിവസമൊക്കെ പറയുന്നത്. അതെ, വലിയ അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലപ്പുറം പാലക്കാട്ടത്തെ ജനങ്ങൾ ഇത്തവണ ഒരു മാറ്റം ആഗ്രഹിക്കുക. പിന്നെ പാലക്കാടിൻ്റെ പല വികസന ആവശ്യങ്ങൾക്കും പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ ലഭിക്കാൻ NDAയുടെ ഒരു ജനപ്രതിനിധി ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടെന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇത്രയും വർഷം തിരഞ്ഞെടുക്കപ്പെട്ടു പോയ ആളുകൾക്ക് അവർക്ക് പാലക്കാടിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ഈ പ്രദേശത്ത് വന്നിട്ടുണ്ട്. KSRTC ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിട്ടുണ്ട്. KSRTC ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ 2021 ഇലക്ഷന് മുമ്പായിട്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് തട്ടിക്കൂട്ടിയ സാധനം. ഞാൻ പലതവണ അതിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. ഒരു ഫയർ NOC ഇല്ല, ആ ബിൽഡിങ് വയലേഷനാണ്, പാർക്കിംഗ് സൗകര്യമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് അവിടുത്തെ സെപ്റ്റി ടാങ്ക്, ആയിരക്കണക്കിന് ആളുകൾ വരുന്ന 23ഓളം ശുചിമുറികളുള്ള ഒരു KSRTC സ്റ്റാൻഡിൽ ആവശ്യമായിട്ടുള്ള സെപ്റ്റി ടാങ്ക് പോലും ഇല്ല. ആ സെപ്റ്റി ടാങ്ക് ചെറിയൊരു സെപ്റ്റി ടാങ്കാണ്. അത് തുറന്നു വിട്ട് പുലർച്ചെ കാലങ്ങളിൽ തുറന്നു വിട്ട് ഈ പരിസര പ്രദേശങ്ങളിലെ വീടുകളിലെ പരിസരത്തു കൂടി പോകുന്ന അഴുക്കുചാലിലേക്ക് തുറന്നു വിടുന്നത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നത്. നിരവധി തവണ അവർ പരാതി കൊടുത്തു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് പരാതി കൊടുത്തു, നഗരസഭയ്ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, നഗരസഭ നോട്ടീസ് കൊടുത്തു. പക്ഷേ മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ മൂലം ഇത് മുന്നോട്ട് പോകുന്നില്ല. ഇപ്പം ഒരു പരിഹാരം ആക്കാം എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഒരു ഉറപ്പ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ച മുൻ MLAയുടെ ഭാഗത്തുനിന്നുണ്ട്. കാരണം ഇത്രയും ഒരു പൊതു സ്ഥാപനം നിർമ്മിക്കുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അല്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമാക്കി ഉദ്ഘാടനം ചെയ്യേണ്ടതല്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉദ്ഘാടനം ചെയ്തോട്ടെ, അതിനുശേഷം 3 വർഷം കഴിഞ്ഞു, അതിലാവശ്യമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള സൗകര്യങ്ങൾ ഇതുവരെ ഒരുക്കിയിട്ടില്ല. അന്ന് പറഞ്ഞ ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും എല്ലാം ചൂണ്ടിക്കാട്ടിയ അപാകതകൾ ഇതുവരെ പരിഹരിച്ചിട്ടില്ല. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലക്കാട്ടുകാരനാണ്. ഒരു ചെറിയൊരു പെട്ടിക്കടക്കാരൻ ഒരു തുണ്ട് കടലാസ് അല്ലെങ്കിൽ ഒരു വീട്ടുടമ ഒരു കടലാസ് പുറത്തിട്ടാൽ 10,000 രൂപ വരെ ഫൈനാണ് ഈടാക്കുന്നത്. അതാണ് കേരളത്തിലെ സർക്കാരിൻ്റെ നിയമം. ഇവിടുത്തെ ഒരു ചെറിയ കടക്കാരൻ മലിനജലം റോട്ടിലേക്ക് ഒഴിക്കാൽ അവനെതിരായിട്ട് വലിയ നടപടികളാണ്, അവന് ഗുരുതരമായിട്ടുള്ള ശിക്ഷയാണ് അവൻ്റെ തെറ്റിനെതിരായിട്ട്. പക്ഷേ സർക്കാർ സ്ഥാപനമായിട്ടുള്ള KSRTC എല്ലാ ദിവസവും കാലത്ത് സെപ്റ്റി ടാങ്ക് മാലിന്യം പൊതു അഴുക്കുചാലിലേക്ക് ഒഴുക്കുന്നു. ഈ പരിസരത്ത് താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് അത് അവരുടെ ആരോഗ്യ പ്രശ്നത്തിനിടയാക്കുന്നു, അവരുടെ കിണറുകൾ നശിക്കുന്നു, അവർക്ക് വീടുകളിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇത് പോയി ചേരുന്നത് തിരുനെല്ലായി പുഴയിലാണ്, യാക്കര പുഴയിലാണ്. യാക്കര പുഴ കണ്ണാടി പഞ്ചായത്തിലെ ജലസ്രോതസ്സാണ്. ആ കണ്ണാടി പഞ്ചായത്തിലെ നിരവധി പമ്പിംഗ് സ്റ്റേഷനുകൾ, അവിടുത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം നൽകുന്ന പമ്പിംഗ് സ്റ്റേഷനുകളുണ്ട്. അപ്പോൾ ഇത്രയും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലുണ്ടാവില്ല. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും ശ്രീ ഷാഫി പറമ്പിലും എല്ലാം ഒരു കയ്യാ ഈ കാര്യത്തിൽ. കാരണം രണ്ടാളും KSRTCയുടെ ഇത്തരത്തിലുള്ള നടപടികളെ പിന്തുണയ്ക്കുന്ന രീതിയിലാണ്. ഞാൻ അപ്പോൾ ഇടപെട്ട് ഒന്നൊറ്റ കാര്യം ഇവരെടുത്ത് ചോദിച്ചോട്ടെ, ഈ മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ ഇവിടേക്ക് എത്തിയോ? സ്ഥാനാർത്ഥികളൊന്നും എത്തിയിട്ടില്ല. ഈ പ്രശ്നം എല്ലായിടത്തും അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സ്ഥാനാർത്ഥികൾ അല്ലാത്ത വരുന്നവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സ്ഥാനാർത്ഥി ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം ഇവിടെ വരുന്നത്, പിന്നെ ആരും വന്നിട്ടൊന്നുമില്ല. പരിഹരിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ നിങ്ങൾക്കുണ്ടോ? അത്തരത്തിൽ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതെ. ഓക്കെ, അപ്പോൾ അവരൊക്കെ വലിയ പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നത്. ആ നിലയ്ക്ക് അത് ഇടപെടാൻ കഴിയുമെന്നുള്ള തീർച്ചയായും ഞാൻ പാലക്കാട് നഗരത്തിൽ താമസിക്കുന്ന ആളാണ്. ഞാൻ എല്ലാ ദിവസവും പരസ്പരം കാണുന്ന ആളുകളാണ്. വർഷങ്ങളായിട്ട് ബന്ധമുള്ള ആളുകൾ ഇതിലുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എൻ്റെ നാട്ടുകാരുടെ പ്രശ്നം പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ താമസിക്കുന്ന പ്രദേശത്തെ ആ നഗരത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻപന്തിയിൽ നിൽക്കേണ്ട ആളാണെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് ഇതിൽ ഏതറ്റം വരെയും പോയിട്ട് ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാക്കും. ഒരു രാഷ്ട്രീയമായിട്ട് ഇപ്പം വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം EP ജയരാജനുമായി ബന്ധപ്പെട്ടുമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ എന്നുള്ള രീതിയിൽ കുറച്ച് ഡോക്യുമെൻ്റ് DC ബുക്സിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ വരുന്നു. അതിൽ സരിൻ അവസരവാദപരമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം തുറന്നെഴുതിയിട്ടുണ്ട്. പക്ഷേ EP അത് നിഷേധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകം എഴുതി കഴിഞ്ഞിട്ടില്ല നിഷേധിക്കുന്നുണ്ട്. എങ്കിൽ പോലും അങ്ങനെയൊരു സംഭവം ഇന്ന് രാവിലെ നടന്നിട്ടുണ്ട്. അങ്ങനെ ശ്രദ്ധയപ്പെട്ടു. ഞാനത് വാർത്തകൾ കണ്ടിരുന്നു. ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നല്ലോ, CPMൻ്റെ സാധാരണ പ്രവർത്തകർക്കും പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാർക്കൊന്നും സരിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. സരിൻ കോൺഗ്രസിലേക്ക് ഇടതുപക്ഷത്തിലേക്ക് മാറുന്നതിൻ്റെ തലേദിവസം വരെ, CPMലേക്ക് മാറുന്നതിൻ്റെ തലേദിവസം വരെ CPMനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച ആളാണ്. സോഷ്യൽ മീഡിയയിലൂടെ മുഖ്യമന്ത്രിയെയും CPMൻ്റെ നേതാക്കളെയും വളരെ രൂക്ഷമായിട്ട് വിമർശിച്ച ഒരാൾ ഒരു സുപ്രഭാതത്തിൽ അവരുടെ സ്തുതിപാഠകരായിട്ട് മാറുന്നതും അവരെ പുകഴ്ത്തുന്നതും ഞാനൊരു കമ്മ്യൂണിസ്റ്റാണെന്ന് പറയുന്നതും എല്ലാം ഉൾക്കൊള്ളാൻ സാധാരണ CPM പ്രവർത്തകർക്ക് കഴിയില്ല. CPMൻ്റെ ഉന്നത നേതാക്കൾക്ക് ചിലപ്പോൾ ശ്രീ MP രാജേഷിനും അതുപോലെ തന്നെ സുരേഷ് ബാബുവിനൊക്കെ ഒരു ചായ കുടിച്ച് സരിനുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമായിരിക്കും.
പക്ഷേ CPM-നെ പ്രതിരോധിച്ച് നിർത്തിയ സാധാരണ പ്രവർത്തകരുണ്ടല്ലോ, സരിൻ്റെ ആക്രമണങ്ങളിൽ നിന്ന്, അവർക്കിത് ദഹിക്കില്ല. അതിൻ്റെ പൊട്ടിത്തെറി CPM-ൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നു. EP ജയരാജനിലൂടെ പുറത്തു വന്നത് CPM-ൻ്റെ സാധാരണ പ്രവർത്തകരുടെ വികാരമാണ്, പാലക്കാട്ടത്തെ CPM-ൻ്റെ സാധാരണ പ്രവർത്തകരുടെ. അതാണ് ഞങ്ങൾ പറഞ്ഞത്, ഇത്തവണ CPM-ൻ്റെ സാധാരണ പ്രവർത്തകരടക്കമുള്ള ആളുകൾ വോട്ട് രേഖപ്പെടുത്തുക NDA-ക്കാണ്. അത് ഗുണം ചെയ്യുമെന്നുള്ളത് തീർച്ചയായിട്ടും. ഇത്തവണ കോൺഗ്രസിനകത്തും അതുപോലെ തന്നെ CPM-നകത്തുമുള്ള ഇത്തരത്തിലുള്ള കലാപങ്ങൾ, രൂക്ഷമായിട്ടുള്ള അകത്തുള്ള പ്രശ്നങ്ങൾ അനുകൂലമായിട്ട് വരിക NDA-ക്കാണ്. എന്തായാലും അത്തരത്തിലുള്ള പ്രതീക്ഷയിലാണ് NDA സ്ഥാനാർത്ഥി ഇപ്പോൾ പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അദ്ദേഹം മൈത്രി നഗർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും പ്രചാരണം തുടരുകയും ചെയ്യുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.